ഹലോ സുഹൃത്തുക്കളെ, എന്തൊക്കെയാണ് സുഖമല്ലേ? എന്തൊക്കെയാണ് വിശേഷം? പുതിയ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ്? എന്തായാലും പലരും ചോദിക്കലുണ്ട്, നമ്മളെ വീഡിയോൻ്റെ ഒക്കെ കമൻ്റായിട്ട് ചോദിക്കലുണ്ട്, മീറ്റർ പാനൽ ബോർഡിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുമോ? ഷോപ്പിംഗ് കോംപ്ലക്സ്, ബിൽഡിങ്ങുകൾ, അവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മീറ്റർ ബോർഡ്, 3 ഫേസ് മീറ്റർ ബോർഡ്, അതുപോലെ സിംഗിൾ ഫേസ് മീറ്റർ ബോർഡിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യുമോ എന്ന്. അപ്പോൾ എന്തായാലും നമുക്കിന്നൊരു മീറ്റർ പാനൽ ബോർഡ്, മീറ്ററിങ് പാനൽ ബോർഡ് ഒരു വീഡിയോ ചെയ്യാം. യെസ്. പിന്നെ എന്താണെന്നറിയില്ല, പണ്ടത്തെ പോലെ വലിയ റീച്ചില്ല. പണ്ടത്തെ പോലെ നമ്മളെ വീഡിയോക്കൊന്നും വലിയ റീച്ചില്ല. എന്താ സംഭവം എന്നറിയില്ല. എന്തായാലും നിങ്ങൾക്കറിയില്ല എന്താ സംഭവം എന്നുള്ളത്, ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ എന്താണെന്നുള്ളത്. ഒന്ന് കമൻറ്റ് ചെയ്യും നിങ്ങളൊരു അഭിപ്രായം. ഏതായാലും നമുക്ക് മീറ്റർ പാനൽ നോക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മളെ പാനൽ ബോർഡുകൾ. ഇതുവരെയായിട്ട് യൂസ് ചെയ്തിട്ടില്ല. കുറേ കാലമായി, 1-2 കൊല്ലമായി, 2-3 കൊല്ലമായിരുന്നു ഇവിടെ കൊടുന്ന് വെച്ചിട്ട്. എന്തായാലും നമുക്ക് ഒരു വീഡിയോ ചെയ്യാൻ നമുക്കിത് ധാരാളം ഒരു ഐഡിയ ആക്കിയല്ലോ. പലരും ചോദിക്കുന്നൊരു കേസാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഐഡിയ ആക്കാനാണ് എന്നൊക്കെ പറഞ്ഞത്. ഇതിലിപ്പോൾ കേബിളൊന്നും കണക്ട് ചെയ്തില്ല കേട്ടോ. ഇതാണ് നമ്മളെ MSP പാനൽ ബോർഡ്. ഞാൻ ഇവിടെ കുറച്ച് സ്പേസ് കുറവാണ്, അതുകൊണ്ട് എനിക്ക് തൊട്ടടുത്ത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ് ആക്കണം. ഇത് MSP പാനൽ ബോർഡ്, മെയിൻ പാനൽ ബോർഡ്, മെയിൻ സ്വിച്ച് ബോർഡ്. ഇവിടെ വരുന്നതാണ് മീറ്ററിങ് പാനൽ ബോർഡ്. അപ്പോൾ ഞാൻ അതിൻ്റെ തൊട്ടപ്പുറത്ത് ചെറിയൊരു കോമൺ പാനലും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് MSPൻ്റെ അവിടെ നിന്ന് തുടങ്ങാം. ഇവിടെ ഏതൊക്കെ സ്വിച്ചുകളുള്ളത്, എന്തൊക്കെയുള്ളത് നമുക്ക് നോക്കാം. ഇതിൻ്റെ താഴെ, പാനൽ ബോർഡിൻ്റെ താഴെ ഇവിടെയാണ് നമ്മളെ മെയിൻ ഇൻകമർ വരുന്നത്. 400 ആംപിയറിൻ്റെ 4 പോൾ MCCB വെച്ച്. ഇതിലാണ് ഇൻകമർ സ്വിച്ച്. ഇവിടെ ബസ് ബാർ ഇവിടെ സെൻറ്ററിൽ വരും. അപ്പോൾ തന്നെ ബസ് ബാർ ചേമ്പർ ഈ ഒരു ലെവലിൽ ഇങ്ങനെ വരും. പിന്നെ 2 ഔട്ട് ഉണ്ട് ഇവിടെ, 2 ഔട്ട് ഗോയിങ് സർക്യൂട്ട്. അത് നമ്മൾ അപ്പുറത്ത് കണ്ടില്ല, പാനൽ ബോർഡ് ഒരു കോമൺ പാനലും അതുപോലെ മീറ്ററിങ് പാനലും. 2 സ്വിച്ച്, 2 ഫീഡർ, 2 ഔട്ട്. അങ്ങനെയാണ്. പിന്നെ മുകളിൽ കേബിൾ ചേമ്പർ, മുകളിലാണ് ഇതിൻ്റെ കേബിൾ ചേമ്പർ വന്നിട്ടുള്ളത്. സാധാരണ നമ്മളെ പാനൽ ബോർഡ് സൈഡിലാണ് ഉണ്ടാവല്. അപ്പോൾ ഇതിൻ്റെ ഡിസൈനിങ് വളരെ ചേഞ്ച് ഉണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കേസാണ്. ഇതിലെ പാനൽ ബോർഡിൻ്റെ മൊത്തത്തിലൊരു ഡിസൈനിങ്ങിൽ തന്നെ ചേഞ്ച് ഉണ്ട്. അപ്പോൾ MSB ഇങ്ങനെയാണ് വരുന്നത്. അതുപോലെ നമ്മളെ മീറ്ററിങ് പാനൽ ബോർഡ്, ഇത് മുമ്പ് നമ്മളെ സൈറ്റ് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആ ലെവലിലായിരുന്നു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി വാങ്ങിയ പാനൽ ബോർഡുകളാണ്, ഡിസൈൻ ചെയ്തതാണ്. ഇതാണ് നമ്മളെ മീറ്റർ പാനൽ. ഇവിടെ നമുക്ക് ഓരോ സൈഡ് നോക്കാം. ഇത് കണ്ടോ, ഇതിലൊന്നും മീറ്ററൊന്നും സെറ്റാക്കില്ല കേട്ടോ. അവർ കൊടുന്ന് വെച്ച് കേബിൾ വരെ കണക്ട് ചെയ്തിട്ടില്ല. എന്താ ചെയ്യുക? അപ്പോൾ 1, 2, 3, 4, 5 സിംഗിൾ ഫേസ് മീറ്ററിന് വേണ്ടിയിട്ടാണ്. ഇവിടെ മീറ്റർ ഫിക്സ് ചെയ്യും. അതായത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഇത് തുറക്കണം, വലിയ പണിയാണ്. പിന്നെ ഇവിടെ സിംഗിൾ ഫേസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ 3 ഫേസിൻ്റെ FN സ്വിച്ചാണ് വെച്ചിട്ടുള്ളത്, 32 ആംപിയറിൻ്റെ. എന്നിട്ട് അത് സിംഗിൾ ഫേസ് ആക്കിയതാണ്. കണ്ടോ, മുകളിൽ ടെർമിനലുണ്ടെങ്കിൽ ഫ്യൂസൊക്കെ സെറ്റാണ്, കേബിൾ എത്തിയാൽ മതി. അപ്പോൾ അതുപോലെയുള്ള 32 ആംപിയറിൻ്റെ സിംഗിൾ ഫേസ് 1, 2, 3, 4, 5 എണ്ണം മുകളിൽ. അതുപോലെ സെൻട്രൽ ബസ് ബാർ, ഞാൻ ഇതിൻ്റെ ഇൻകമർ ഇവിടെ വന്നിട്ടുണ്ട് സൈഡിൽ. അപ്പോൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ബസ് ബാർ ത്രൂ മുകളിലേക്കും താഴേക്കും കിട്ടുന്ന രീതിയിൽ. താഴെതാ 1, 2, 3 3 ഫേസ് 63 ആംപിയറിൻ്റെ TPN SFE 3 ഫേസ് വിത്ത് ന്യൂട്രൽ. അപ്പോൾ 3 3 ഫേസും 5 സിംഗിൾ ഫേസും ഉൾക്കൊള്ളുന്ന ഒരു മീറ്ററിങ് പാനൽ ബോർഡാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഇൻകമറും കേബിളൊക്കെ മുകളിലോട്ട് തന്നെ. അപ്പുറത്തെ MSB കണ്ട പോലെ തന്നെ